ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ജീവനുമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യവും 4-ാം വാക്യവും വായിക്കുന്നു. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷമായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. 4-ാം വാക്യം, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ഭൂജാതികൾക്ക് പിതാവ്. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. അബ്രാമിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് പിയോസിൽ ഇങ്ങനെയാണ്. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി പ്രവർത്തിക്കുക. 4-ാം വാക്യം, ഇതാ നീയുമാണ് എൻ്റെ ഉടമ്പടി, നീ എന്നെ അനവധി ജാതികൾക്ക് പിതാവായിരിക്കും. അബ്രാമിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണത്, വളരെ പ്രധാനപ്പെട്ട സംഭവം. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. നമ്മുടെ ഭാഷാന്തരത്തിൽ ഉള്ളതാണ്. അത് നിയമം എന്നുള്ളതിനേക്കാൾ ഉടമ്പടി എന്നുള്ളതാണ് ശരി. മൈ കവനന്റ് ഈസ് വിത്ത് ദി, നിന്നോട് എനിക്ക് ഉടമ്പടിയുണ്ട്. ആ സമയവും പറയുന്നു, അബ്രാമിൻ്റെ 99-ാമത്തെ വയസ്സിലാണ് ഇത് സംഭവം. ധാരാളം ദൈവപ്രത്യക്ഷത അബ്രാമിനുണ്ടായിട്ട് ദൈവത്തിൽ നാം വായിക്കുന്നു. എന്നാൽ കുറേ നാൾ അതില്ലാതിരിക്കുകയും ചെയ്തു. ഈ സംഭവം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ 99-ാമത്തെ വയസ്സിലാണ്. 15-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവവുമായി ഉടമ്പടി ചെയ്യുന്നത് കാണാം. അബ്രഹാമിയ ഉടമ്പടി മാത്രമല്ല, ഒരു വാഗ്ദത്തവും കൊടുത്തു. അബ്രഹാമിനെ 15-ാം അധ്യായം 5-ാം വാക്യം, അബ്രഹാമിന് പരാതി പറഞ്ഞു ദൈവത്തോട്, എനിക്ക് മക്കളില്ലല്ലോ, എൻ്റെ സ്വത്തിനെല്ലാം അവകാശി എലിയാസറാകും എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ നിനക്കൊരു മകനെ തരും. അത് 15-ാമത്തെ 4-ാം വാക്യത്തോണ്ട്, അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി. അപ്പോൾ അതിനുശേഷം ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്നതാണ് 9-ാം വാക്യം മുതൽ താഴോട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് 16-ാം അധ്യായത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. മക്കളില്ലാത്തതുകൊണ്ട് 10 കൊല്ലമായി. അതിന് 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, അബ്രഹാം ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യ സാറായി മിസ്രയീമദാസിയായ ഹാഗാരിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. കാലത്ത് അടിമകളെ ഇങ്ങനെ കൊടുക്കാറ് പതിവുണ്ടല്ലോ. യാക്കോബിനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മക്കളില്ലായിരുന്നതുകൊണ്ട് ഹാഗാറിനെ കൊടുത്തു. സാറ ഒരു ഉപദേശം പറഞ്ഞു, ആയാലും ഞാൻ പ്രസവിക്കുന്നില്ല, അപ്പോൾ സമയം പോകുന്നെന്ന് പറഞ്ഞ് കാണും. എൻ്റെ ദാസി ഉണ്ടല്ലോ, അവളെ ഉപയോഗിക്കുക, അവളിൽ എനിക്ക് മക്കളെ കിട്ടട്ടെ. ശരി, അവിടെ അടിമയായതുകൊണ്ട് ആ ലീഗലി നിയമപരമായി തന്നെ ആ സന്തതി സറായിക്ക് ഉള്ളതാണല്ലോ. അപ്പോൾ ഒരു മകനെ നമുക്ക് കിട്ടും. അങ്ങനെ ഹാഗാറിനെ അബ്രഹാം പരിഗ്രഹിച്ചു. അവൾ ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അത് കഴിഞ്ഞ് 16-ാം വാക്യത്തിൽ ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു എന്ന് കാണാം. അബ്രഹാമിന് 86 വയസ്സായിരുന്നു. അപ്പോൾ ഇപ്പം ഈ സംഭവം നടക്കുന്നത് അബ്രഹാമിന് 99-ാമത്തെ വയസ്സിലാണ്. ചുരുക്കി പറഞ്ഞാൽ 14 വർഷം അബ്രഹാമും ദൈവവുമായി ഒരു സമ്പർക്കം ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യക്ഷതയോ ദൈവിക ഇടപെടലോ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം, കാണാം. എന്താണ് അങ്ങനെ അങ്ങ് തുറന്നിരുന്നെങ്കിലോ? എന്തുകൊണ്ട് 99-ാമത്തെ വയസ്സിൽ ദൈവം ഇടപെട്ടു? 2 കാര്യം എന്നോട് പറയുന്നു. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാന്ന്. ശരി, തർജ്ജമ ശരിയാണ്. പിയോസിൽ കുറ്റമറ്റവനായിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ധ്വനി അവിടെ വരുന്നു. കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ കുറ്റം ചെയ്തെന്ന് തെളിയിക്കാം.
കുറ്റം ചെയ്തെന്ന് അതിൻ്റെ അർത്ഥം. 2, എനിക്ക് 4-ാം വാക്യത്തിൽ, 2-ാം വാക്യത്തിൽ അതുണ്ട്. 4-ാം വാക്യത്തിൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. അത് ഇംഗ്ലീഷിൽ മൈ കവനന്റ് ഈസ് വിത്ത് thee, എൻ്റെ ഉടമ്പടി നിന്നോടുണ്ട്. 2 അതിലധികം ആളുകൾ ചേർന്നാണല്ലോ ഉടമ്പടി ചെയ്യുക. 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അത് കാണാം. അന്ന് യഹോവ അബ്രാഹാമിനോട് ഒരു നിയമം ചെയ്തു. അപ്പോൾ അബ്രാഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ 75 76 വയസ്സായപ്പോഴായിരിക്കും. അല്ലെങ്കിൽ 12-ാം അധ്യായത്തിൽ അബ്രാഹാം അവിടെ വരുമ്പോൾ 75 വയസ്സെന്ന് കാണാം. 16-ാം അധ്യായത്തിൽ കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ എന്ന് കാണാം. അപ്പോൾ 75 10 85 മോനെ പ്രസവിച്ച ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ 86 വയസ്സെന്ന് കാണാം. അപ്പോൾ ഏതാണ്ട് 14 വർഷം, 85 14 ഒരിടപാടുമില്ല. ദൈവത്തിന് അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് അബ്രഹാമിന് വേറെ ചിന്തയും കാണുന്നില്ല. അങ്ങനെ തന്നെ അബ്രഹാമിനെ വിട്ടിരുന്നെങ്കിൽ ചരിത്രം വേറൊന്നായിരുന്നു. കാരണം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ 12-ാം അധ്യായത്തിലുണ്ടല്ലോ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 3-ാം വാക്യം. അപ്പോൾ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമാകുമെന്നും പറഞ്ഞാണ് അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത്. പോട്ടെ, അതൊക്കെ കഴിഞ്ഞല്ലോ. ഇവിടെ ഈ 12-ാം അധ്യായം 1-ഉം 4-ഉം വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എന്താണ് വിഷയം? ഒരു മകനെ കിട്ടണമെന്ന് ദൈവത്തോട് എനിക്ക് സന്തതിയില്ലല്ലോ എന്നവൻ വിഷമത്തോട് പറഞ്ഞപ്പോൾ 15-ാം അധ്യായത്തിൽ നിനക്കൊരു സന്തതി, ഞാൻ നിന്നിൽ നിന്ന് തന്നെ ഒരു സന്തതി തരും, അവനെ ദമ്മേശക്കാരൻ എലിയാസർ നിന്റെ അവകാശി ആകെയില്ല എന്ന് അബ്രഹാം പറഞ്ഞു. ദൈവം പറഞ്ഞു അബ്രഹാമിനോട്. അങ്ങനെ അവനോട് ഉടമ്പടി ചെയ്തു. അബ്രഹാം കാത്തിരുന്നു. അപ്പോൾ ഉടമ്പടി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ 10 വർഷമായി കാണുമെന്ന് 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ നോക്കി എഴുതുന്നൊന്നും കിട്ടുന്നില്ല. ദൈവം തരുമെന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർ കുറുക്ക് വഴി എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇസ്മായിലിലേക്ക് കിട്ടി, സന്തോഷമായല്ലോ, അവകാശിയായല്ലോ. ദൈവം തരാമെന്ന് പറഞ്ഞു. അവരവരുടെ മാർഗത്തിൽ കൂടെ എടുത്തന്നേ ഉള്ളൂ. ഒരു ചെറിയ കുറുക്ക് വഴി, അവർക്ക് സന്തോഷമായി. ഇനി ദൈവപ്രത്യക്ഷത ഇല്ലേലും കുഴപ്പമില്ല, ദൈവിക ഇടപെടൽ ഇല്ലേലും കുഴപ്പമില്ല, ദൈവശബ്ദം കേട്ടില്ലേലും കുഴപ്പമില്ല. 1-2 വർഷമല്ല, 14 വർഷം പോയി. ഇപ്പോൾ ഇസ്മായിലിനെ തലൊലിച്ചൊല്ലും വളർത്തിക്കൊണ്ട് വിരിക്കുക. ഞാൻ പലപ്പോഴും അബ്രഹാമിനെ രംഗം ഞാൻ ചിന്തിക്കും. നമുക്ക് കുഞ്ഞില്ലായിരുന്നൊരു കുഞ്ഞ് കിട്ടുമ്പോൾ അതിന് എന്തുമാത്രം ശ്രദ്ധയോടെ നമ്മൾ വളർത്തും. ഏത് മാർഗത്തിൽ കൂടെ ആയാലും. ദൈവവനത്തിൽ പോട്ടെ, ലോകത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. അല്ലെങ്കിൽ ലക്ഷ്യം നല്ലതാണെങ്കിൽ, ഉദ്ദേശം നല്ലതാണെങ്കിൽ അതിന് ഏത് മാർഗവും അവലംബിക്കാം. അല്പം വളഞ്ഞ വഴിയൊക്കെ നോക്കിയാൽ കുഴപ്പമില്ല. ദൈവത്തെ ഒന്ന് സഹായിച്ചതുമായല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ അബ്രഹാമിനെ കുറ്റം പറയുന്നില്ല, ആരായാലും അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് 17-ാം അധ്യായത്തിൽ അങ്ങനെ ദൈവം ഇടപെടുന്നു? നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. വാസ്തവത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ്റെ നിഷ്കളങ്കത്വം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ദൈവത്തിനായി കാത്തിരിക്കുന്നതിൽ പരാജയപ്പെട്ടു. അവരെ ചിന്തിച്ചില്ല. പക്ഷേ അത് യാഥാർത്ഥ്യം. 1. 2, എനിക്ക് നിന്നോട് ഉടമ്പടി ഉണ്ടെന്ന് പറയുമ്പോൾ നീ എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചോ എന്ന് ദൈവം ചോദിക്കുന്നു വരുന്നു. സർവശക്തനായ ദൈവം ഒരു മനുഷ്യനോട് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ഭാഗമാണ്. ഇപ്പോൾ അബ്രഹാം ഇസ്മായിൽ ജനിച്ചതിന് ശേഷം അബ്രഹാമിൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാം. മനോഭാവം 17-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് 18-ാം വാക്യം വരെ, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. 1, പുരുഷ പ്രജയെല്ലാം പരിച്ഛേദനയേക്കണം. 2, നിങ്ങളുടെ പേര് ഒരു ചെറിയ സ്ലൈറ്റായിട്ട് പേര് മാറ്റി. അബ്രഹാം എന്നത് അബ്രഹാം എന്നാക്കി. സാറായി എന്ന് വിളിച്ചത് ഈ അങ്ങ് കളഞ്ഞു, സാറായനാക്കി.
അപ്പോൾ ഓരോ പേരും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ രണ്ട് കാര്യം അന്ന് ദൈവം ചെയ്തു. എന്നിട്ട് ഈ ഒരു കാര്യം പറയും, ഞാൻ വന്ന എനിക്ക് നിന്നോട് പറഞ്ഞത് പാലിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ വന്നത് നിനക്ക് സാറായിൽ നിന്നൊരു മകനെ തരാൻ. നോക്കണം, ദൈവം ഇത് കേട്ടപ്പോൾ അബ്രഹാം എന്തു പറഞ്ഞു? 17 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറാ പ്രസവിക്കുമോ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. അപ്പോൾ ഇസ്മായേലിനെ കൊണ്ടിരുന്നാൽ ഇസ്മായേലിനെ കൊണ്ടാണ് കഴിയുന്നതെങ്കിൽ നമ്മുടെ പ്രശംസാപാത്രം മറ്റു അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ദൈവം എനിക്ക് തന്നുവെന്ന ഇസ്മായിലും കൊണ്ടാണ് നാം ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് വിരുദ്ധമായിരുന്നു അതെന്ന് ആ സംഭവത്തിൽ നമുക്ക് കാണാം. ഇസ്മായിലിനെയും കൊണ്ടാണ് നാം ഇരിക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് നോക്കുക. ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചപ്പോൾ 1 അതിനെ പരിഹസിച്ചു, 2 അവിശ്വസിച്ചു. യുക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശരീരശാസ്ത്രപരമായി 100 വയസ്സുള്ളവനോ മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറാ പ്രസവിക്കുമോ എന്നൊക്കെ യുക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ, അല്ലെങ്കിൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു എന്ന് 15-ാം അധ്യായത്തിൽ പറഞ്ഞത് ഇപ്പോൾ വരുമ്പോൾ ആ വിശ്വാസമൊക്കെ ഇവിടെ പോയി. വാസ്തവത്തിൽ ഇതുപോലെയാണ് ഇന്ന് നമ്മിൽ അനേകരും. എന്താണ്? ദൈവം ഇസ്മായിലിനെ തരും എന്നല്ല പറഞ്ഞത്. ദൈവം തരും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്ത് തരും. മാത്രമല്ല ഇപ്പോൾ 18-ാം വാക്യത്തിൽ അവൻ പറയുന്നു, ഇസ്മായിൽ നിന്റെ മുൻപാകെ ജീവിച്ച എനിക്ക് ഇസ്മായിലെ മതി, എനിക്ക് ഇസാക്ക് വേണ്ട. നോക്കണേ, ദൈവത്തെ വിശ്വസിച്ചവൻ ദൈവം തരുമെന്ന് പറഞ്ഞതും വേണ്ടെന്ന് പറയുന്നു. ഇസ്മായില് മതി. അബ്രഹാം ഇപ്പം ഇസ്മായിലിന് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് വേറെ വേണ്ട, എനിക്ക് അവകാശം കിട്ടി. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ അനേകരെയും ജീവിതവും. ഇസ്മായിലിനെ ആഗാറിനെ അബ്രഹാം എടുത്തപ്പോൾ തന്നെ ദൈവപ്രത്യക്ഷത നിന്നു. 14 വർഷം ദൈവമായ ഒരു സമ്പർക്കവുമില്ല. മാത്രമല്ല ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നില്ല. അതിനെക്കുറിച്ച് അബ്രഹാമിന് ഒരു കുണ്ഠിതവുമില്ല. അതാണ് അതിശയം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവം തരാമെന്ന് പറഞ്ഞത് ദൈവികമായ വഴിയിൽ കൂടെ നേടാതെ നമ്മുടേതായ വഴിയിൽ കൂടെ നേടാനൊരുങ്ങിയാൽ അന്ന് പോലെ ആ സമ്പർക്കം അങ്ങ് നിൽക്കും. നമുക്ക് അതിനെക്കുറിച്ച് വിഷമവുമില്ല. കാരണം നാം കുറുക്കു വഴികൾ കൂടെ നേടുന്ന എന്തും, സ്ഥാനമോ പദവിയോ അംഗീകാരമോ പണമോ ലോകത്തിൽ എന്തായാലും ദൈവം തന്നില്ല എങ്കിൽ, തരാമെന്നോ പറഞ്ഞത് ദൈവികമായ വഴിയിലല്ല നേടുന്നതെങ്കിൽ അപ്പോൾ ദൈവസമ്പർക്കം വിട്ടു. എനിക്ക് കിട്ടിയല്ലോ, എനിക്ക് മകനെ കിട്ടിയല്ലോ, ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയല്ലോ, പിന്നെ എന്തോ വേണം എന്നൊരു വിഷയം ചിന്തിച്ചേക്കാം. ദൈവത്തിൻ്റെ വിഷയം വേറെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്യാമെന്ന സ്വർഗത്തിലെ ദൈവം പറഞ്ഞെങ്കിൽ തനിക്ക് തൻ്റെ ചെയ്യാൻ അവന് കഴിവുണ്ട്, തൻ്റെ വഴിയുണ്ട്, തൻ്റെ സമയമുണ്ട്, തൻ്റെ പ്രവൃത്തിയുണ്ട്. അബ്രഹാം ഇസ്മായിലിനെ ജനിപ്പിച്ചപ്പോൾ എൻ്റെ ഫലമായിട്ട് എന്താ? ഇന്നും ലോകത്തിന് സ്വസ്ഥതയില്ല. ദൈവപ്രകാരമല്ല. എനിക്കിനി ഇസാക്ക് വേണ്ട, എനിക്ക് നിന്റെ വഴിയിൽ എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ വഴി കിട്ടിയത് മതി. നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വൈകുന്നുവെന്നോ നമ്മുടെ കണക്കിന് വൈകുന്നുവെന്നോ നമ്മുടെ കണക്കിന് നടക്കില്ലെന്നോ തോന്നുമ്പോൾ നാം നമ്മുടേതായ ദൈവിക ആലോചന വിട്ട നമ്മുടേതായ കുറുക്കുവഴികൾ എടുത്ത ചില മാർഗങ്ങൾ എത്തും. അത് ദൈവം തന്നാണെന്ന് നാം ധരിക്കുകയും ചെയ്യും. പക്ഷേ ദൈവം തന്നതായിരിക്കില്ല. അത് നമുക്ക് അനുഗ്രഹ കാരണമല്ല, അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകത്തില്ല. 21-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറെ സംഭവം കാണാം. ദാസിയെയും മോനെയും പുറത്താക്കി കളയുക എന്ന് ദൈവം പറയുന്നുണ്ട്. അബ്രഹാം ഹൃദയഭേദകമായ രംഗം. രാവിലെ എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും മോനെ രണ്ടുപേരെയും കൈക്കൊടുത്ത് ഇറക്കി വിടുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കണേ. അതും സാറായാ പറയുന്നേ, എനിക്കിനി താങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇസ്ഹാക്ക് അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നത് മുതൽ, ഇസ്ഹാക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നത് മുതൽ സംതൃപ്തിയല്ല, സംഘർഷമാണ് അവിടെ ഉണ്ടായത്. കാരണം എന്താ?
ദൈവികമായ വഴിയിൽ വരാത്തതെന്തും, ദൈവികമായ വഴിയിൽ ലഭിക്കാത്തതെന്തും, ദൈവികമായ വഴിയിൽ നേടാത്തതെന്തും സംതൃപ്തി തരത്തില്ല, നമുക്ക് വേദനയെ ഉണ്ടാക്കുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ദൈവിക സന്ദർശനമില്ല, ദൈവിക വെളിപ്പാടില്ല, ദൈവം സംസാരിക്കുന്നില്ല. കുഴപ്പമില്ല, എനിക്ക് ഇസ്മായിലുണ്ടല്ലോ, ഇസ്മായിലിനെ താരാട്ട് പാടി, ഇസ്മായിലിനെ ഓണിച്ച്, ഇസ്മായിലിനെ തോളച്ച് നടക്കുക. ഞാൻ അതാ ആരംഭത്തിലേ പറഞ്ഞത്, ആ 14 വർഷം കഴിഞ്ഞ് ദൈവം പ്രത്യക്ഷനായില്ല എങ്കിൽ അബ്രഹാം അവനെ വളർത്തി സ്വത്തല്ല അവന് കൊടുത്ത് അവനെ അവകാശമായിക്കൊണ്ട് പോയേനെ. ലോക ചരിത്രഗതി വേറൊന്നായേനെ. ദൈവിക ഉദ്ദേശം നടക്കാതെ വന്നേനെ. സാത്താൻ എത്ര തന്ത്രപരമായി അവിടെ പ്രവർത്തിച്ചു എന്ന് ചിന്തിക്കുക. ആരും അതിലെന്നാ കുഴപ്പം, അതിലെന്നാ തെറ്റ്? കുഴപ്പമില്ല, തെറ്റുമില്ല, യുക്തിസഹമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ അത് കുറ്റമാണ്. കാരണം താൻ ചെയ്തത്, താൻ പറഞ്ഞത് നിവർത്തിക്കാൻ താൻ ശക്തനാണ്. താൻ നിവർത്തിക്കും. അതിന് മറ്റു വഴികൾ ആവശ്യമില്ല. ഇന്ന് പല കാര്യത്തിനും ഞാൻ ഒന്നും വിവരിക്കുന്നില്ല. പല കാര്യത്തിനും ദൈവികമായ വാഗ്ദാനമാണെന്ന് ധരിച്ച് ഇസ്മായിലിനെ തോളിലേറ്റ് നടക്കുന്ന അനേകരെ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് കാണാം. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നു, ദൈവത്തിൻ്റെ ആലോചന നഷ്ടപ്പെടുന്നു, ദൈവിക പ്രത്യക്ഷത നഷ്ടപ്പെടുന്നു, ദൈവത്തിന് ഇടപെടൽ നഷ്ടപ്പെടുന്നു. അത് വിഷയമല്ല, ഇസ്മായിലുണ്ടല്ലോ. മാത്രമല്ല, ദൈവഹിതം വെളിപ്പെടുത്തുമ്പോൾ വളരെ വൈകി അവനോട് ദൈവഹിതം വെളിപ്പെടുത്തിയപ്പോൾ അതിനെ ചിരിച്ചു തള്ളുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മേക്കാളും വലിയവനായ ഒരാള്, ഉന്നതനായ ഒരു രാജാവ് തൻ്റെ ആലോചന നമ്മെ അറിയിക്കുമ്പോൾ ആ രാജാവിൻ്റെ മുന്നിൽ നിന്ന് നാം ഇതുപോലെ ചിരിച്ചാൽ പിന്നെ ജീവനോടിരിക്കുമോ? ദൈവം അത്ര കരുണയുള്ളവൻ. കാരണം ദൈവത്തിന് നിയമം നിവർത്തിക്കണം. ദൈവത്തിൻ്റെ ആദ്യം തന്നെ അവസാനം അറിയുന്നതാണല്ലോ നമ്മുടെ ദൈവം. അപ്പോൾ ദൈവിക പദ്ധതി നിവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഈ സാത്താന്യ പദ്ധതിയും ദൈവത്തിന് അറിയാമായിരുന്നു. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലത് പല വാഗ്ദത്തങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സമയത്തിന് നടക്കാതെ വരുമ്പോൾ നാം കുറുക്കുവഴി തേടി ദൈവത്തെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ എക്കാലത്തും വേദനയ്ക്കും ദുഃഖത്തിനും മാത്രമല്ല മറ്റു വിധത്തിൽ ഇടർച്ചയ്ക്കും കാരണമായി മാറും. തീർച്ചയായിട്ടും അന്ന് സാറയുടെ വാക്ക് അബ്രഹാം കേൾക്കാതിരുന്നുവെങ്കിൽ ഇസ്മായിൽ ജനിക്കത്തില്ല. എന്നോട് വാഗ്ദാനം ചെയ്തവൻ അത് നിവർത്തിക്കാൻ ശക്തനാണ്. അവൻ്റെ സമയത്ത് അവൻ തൻ്റെ വാഗ്ദാനം നിവർത്തിക്കും എന്ന് ദൈവത്തെ കാത്തിരിക്കാൻ അവനും കഴിഞ്ഞില്ല. വിശ്വാസികളുടെ പിതാവാണ്. പക്ഷേ തൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചു. ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തിനായി കാത്തിരുന്നില്ല. നമുക്കും ഇത് തന്നെ. നാം നേടുന്ന പലതും ദൈവമാണെന്നാണ് നമ്മുടെ ധാരണ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ലക്ഷ്യം വിശുദ്ധമെങ്കിൽ, ലക്ഷ്യം ഉന്നതമായതെങ്കിൽ, ശ്രേഷ്ഠമെങ്കിൽ ഏത് മാർഗവും അനുവർത്തിക്കാം. ദൈവം അത് അനുവദിക്കത്തില്ല. വളഞ്ഞ വഴികൾ കൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ ദൈവജനമേ തെറ്റിപ്പോയി. ദൈവമുമ്പിൽ നാം കുറ്റക്കാരാണ്. എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് എന്ന് ദൈവം പറയുമ്പോൾ, എൻ്റെ ഉടമ്പടി നിന്നോടുണ്ടെന്ന് പറയുമ്പോൾ നീ എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചു എന്നർത്ഥം. അല്ലെങ്കിൽ നിഷ്കളങ്കനായിരിക്കാന്ന് പറയേണ്ടല്ലോ. പെട്ടെന്ന് നാം അങ്ങനെ ചിന്തിക്കത്തില്ല. ഈ ആത്മാവ് ഈ സത്യനെ ബോധ്യപ്പെടുത്തുക ഭയന്നുപോയി. നാം ആർജിക്കുന്ന പലതും ദൈവഹിത പ്രകാരമാണോ? നാം നേടുന്ന പലതും ദൈവഹിത പ്രകാരമാണോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായത് പലതും ദൈവഹിത പ്രകാരമാണോ? അവൻ വാഗ്ദാനം ചെയ്തെങ്കിൽ നിവർത്തിപ്പാനും ശക്തൻ. 14 വർഷം എന്തുമാത്രം ഞാൻ ഇസ്മായിലിനെയും കൊണ്ടുവന്ന് എന്തുമാത്രം ലാളിച്ച് കാണും, എന്തുമാത്രം അതിനു വേണ്ടി സമയം മാറ്റിവെച്ച് കാണും. ഇപ്പം ദൈവം ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അബ്രഹാമിനെ ആ 14 വർഷവും ദൈവിക ഇടപെടലല്ലോ. അപ്പം ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കണ്ട. അത് മുഴുവൻ ഇസ്മായിലിന്. ഇതുപോലെ തന്നെയല്ലേ ഇസ്മായിലിനെ സന്തോഷിപ്പിക്കാൻ, ഇസ്മായിലിനെ പോഷിപ്പിക്കാൻ, ഇസ്മായിലിനെ വളർത്താൻ, ഇസ്മായിലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ,
ഇസ്മായിലിന് വേണ്ടി അബ്രഹാമിൻ്റെ 13 വർഷം പോയി. പൊതുവെ ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു ബ്രാക്കറ്റ് പീരീഡാണെന്നാണ്. ദൈവിക ഇടപെടലിൻ്റെ ഒരു ബ്രാക്കറ്റ് പീരീഡ് അങ്ങനെ ആയിരിക്കും വായിച്ചിട്ടുള്ള അറിവാണേ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ അധ്വാനമൊക്കെ ഇസ്മായിലിന് വേണ്ടിയാണോ അതോ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടിയോ? വാഗ്ദത്ത സന്തതിക്ക് വേണ്ടിയോ? ദൈവമുമ്പിൽ നാം നിഷ്കളങ്കരോ? ദൈവത്തോട് ചെയ്ത ഉടമ്പടി നാം പാലിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ദൈവം പാലിച്ചില്ല എങ്കിൽ ദൈവം കുറ്റക്കാരനാകും. ദൈവത്തെ പാലിച്ചേ പറ്റുള്ളൂ. 14 വർഷം ദൈവം നോക്കിയിരുന്നു. അബ്രഹാം തിരിയുന്നില്ല. അപ്പോൾ ദൈവത്തെ വീണ്ടും ഇടപെട്ടു. അപ്പോൾ ഇടപെട്ടപ്പോൾ അയ്യോ വേണ്ട വേണ്ട എനിക്ക് വേണ്ട പറയുന്നത് ആരാണെന്ന് ഓർക്കണം. ഉളവാക്കിയ ദൈവം ഇവന് അബ്രഹാം മെസൊപ്പൊത്താമ്യയിലായിരിക്കുമ്പോൾ തന്നെ അവന് പ്രത്യക്ഷനായി അവനെ വിളിച്ച തേജോമയനായ ദൈവം കഴിഞ്ഞ വർഷങ്ങളൊക്കെ അവനെ നടത്തിയ ദൈവം ഇന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട എനിക്ക് ഇസ്മായിലുണ്ട്. ദൈവജനമേ, നാം വളരെ ചിന്തിക്കുക. ദൈവഹിതപ്രകാരമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര തടസ്സപ്പെടും. ദൈവഹിതപ്രകാരമല്ലാത്ത എന്തെങ്കിലും നാം ആർജിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേദനയ്ക്ക് കാരണമാകും. അപ്പോൾ നാം ദൈവിക വഴിവിട്ട എന്ത് നേടിയാലും അത് പരാജയമായി മാറും. മാത്രമല്ല, വളരെ ശ്രദ്ധിക്കേണ്ട വസ്തുത, അബ്രഹാമിന് ദൈവപ്രത്യക്ഷത ഉണ്ടായില്ല എന്നുള്ളതിനെക്കുറിച്ച് കുണ്ഠിതമില്ല. ഇസ്മായിലിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവപ്രത്യക്ഷതയെക്കുറിച്ച് ചിന്തയില്ല. ഇസ്മായിലിൻ്റെ താല്പര്യം മാത്രം. പിന്നെ 14 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരായി ചിന്തിക്കുന്ന, എതിരായി നിസ്സാരവൽക്കരിക്കുന്ന, അതിന് എതിരായി പ്രവർത്തിക്കുന്ന പ്രവണതയും ദൈവത്തെ തുച്ഛീകരിക്കുന്ന അല്ലെങ്കിൽ ചിരിച്ചു തള്ളുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാത്തിനകത്ത് പറഞ്ഞല്ലോ ദൈവം പരിഹാസ്യനാകുന്നില്ല എന്ന്. ദൈവം പരിഹാസ്യനാകുന്നില്ല. അപ്പോൾ ഇവിടെ ഇത് വാസ്തവത്തിൽ ദൈവിക പദ്ധതി വെളിപ്പെടുത്തിയപ്പോൾ ദൈവം പരിഹാസ്യനാകുന്ന പോലെ, പക്ഷേ ദൈവം അത് കർശനമായി കൽപ്പിച്ചു. ഇവൻ നിന്റെ അവകാശിയല്ല. അത് അബ്രഹാമിന് മനവേദനയായി, വളരെ മനവേദനയായി. അത് മാത്രമല്ല, ഞാൻ ആ വാക്യം തന്നെ വായിക്കാം. 21-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ ഇസാക്കിൻ്റെ മുലയോടി മാറിയപ്പോൾ അബ്രഹാം വിരുന്ന് കഴിച്ചു. വിരുന്ന് കഴിച്ചപ്പോൾ അവനെ ഈ ഹാഗറിൻ്റെ മകൻ പരിഹാസിയായി. ഉടനെ സാറ പറയുന്നു, ഈ ദാസനമ്മനെ പറ്റിയില്ല, ഇവനെ ഇവിടെ പറ്റിയില്ല. അത് കൊണ്ടപ്പോൾ അബ്രഹാമിന് അനിഷ്ടമായി. നോക്കണം, കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നിവൃത്തിയില്ല. നേരെ രാവിലെ എഴുതിട്ട് അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ 21-ാം അധ്യായം 14-ാം വാക്യത്തിൽ അബ്രഹാം അത് കാലത്ത് എഴുന്നേറ്റ് അപ്പോൾ ഒരുത്തി വെള്ളം കൊടുത്ത് ഹാഗാരിൻ്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ പായിച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. നോക്കണേ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ ദൈവതപ്രകാരം ഏത് കാര്യമാണെങ്കിലും ദൈവതപ്രകാരം കിട്ടുന്നതിന് വേണ്ടി, ദൈവം വാഗ്ദാനം ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വഴിയിൽ കാത്തിരിക്കുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. അതിന് വിരുദ്ധമായി ഒരു കുറുക്കു വഴിയെടുത്താൽ തീർച്ചയായിട്ടും അത് എന്നേക്കും ദുഃഖത്തിന് കാരണമാകും. ഇന്നും ലോകത്തിന് ദുഃഖത്തിന് കാരണമാണല്ലോ ഈ സംഭവം. ചരിത്രമുള്ള കാലത്തോളം തലവേദനയാകുമല്ലോ. അപ്പോൾ അതിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദൈവം വാഗ്ദാനം ചെയ്തത്, ദൈവം തരാമെന്ന് പറഞ്ഞത് ഒരു വിശ്വാസീയതക്കാരൻ്റെ ജീവിതത്തിൽ ദൈവം തരിക തന്നെ ചെയ്യും. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ദൈവം പറയത്തില്ലല്ലോ. ഞാനാകുന്നെന്ന് പറഞ്ഞവൻ. മാത്രമല്ല 15-ാം അധ്യായത്തിൽ കാണാം, അബ്രഹാമേ, ഞാൻ എൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്നാണ് ദൈവം പറഞ്ഞത്.
പക്ഷേ ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ മറന്ന് ഇസ്മായിലിനെ ജയിപ്പിച്ചു വെച്ചുകൊണ്ട് എൻ്റെ ദൈവം തന്ന സന്തതിയാ, എൻ്റെ ദൈവത്താൽ എനിക്ക് കിട്ടിയതായെന്നും പറഞ്ഞ് ദൈവഹിതം വിട്ട് പ്രവർത്തിച്ച് ദുഃഖവും വേദനയും അനുഭവിച്ച് വളരെ ദയനീയമായി ജീവിക്കുന്ന അനേകരെ ലോകത്തിൽ കാണാം. ഇത് നമുക്കൊരു പാഠമാണ്. ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കനായി, മറ്റു വാക്കിൽ നിഷ്കളങ്കനായി നടക്കണമെങ്കിൽ ദൈവത്തോട് പറഞ്ഞതുപോലെ അതുപോലെ പാലിക്കണം. ദൈവത്തോട് ചെയ്ത ഉടമ്പടി പാലിക്കണം. ദൈവത്തോട് ചെയ്ത സഖ്യത നാം പാലിക്കണം. അതിന് വിരുദ്ധമായി മനുഷ്യവാക്ക് കേട്ട് നാം പ്രവർത്തിച്ചാൽ, ബുദ്ധിയുടെ പ്രമാണത്തിൽ നാം പ്രവർത്തിച്ചാൽ, യുക്തിയുടെ പ്രമാണത്തിൽ നാം പ്രവർത്തിച്ചാൽ അത് നമുക്ക് വേദനയ്ക്ക് കാരണമാകുകയുള്ളൂ. ഈ നാളുകൾ വളരെ നമുക്ക് ശ്രദ്ധിക്കാം. ഈ വാക്യങ്ങൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടപ്പോൾ മണിക്കൂറുകൾ അതുമായിട്ട് ചെലവഴിക്കാൻ എനിക്ക് ഇടയായി. എൻ്റെ ജീവിതത്തിൽ ദൈവം തരാത്ത ദൈവത്തിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പിടിച്ചടക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എന്ന് എന്നെ തന്നെ ശോധന ചെയ്യുവാൻ എനിക്കിടയായി. നമ്മുടെ എല്ലാ ജീവിതത്തിൽ കർത്താവ് തരാത്ത ഒന്നും നമുക്കുണ്ടായിരിക്കരുത്, ദൈവഹിതമല്ലാത്ത ഒന്നും നമുക്കുണ്ടായിരിക്കരുത്. പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിക്കുവാൻ നമുക്കിടയാകരുത്. ഒന്നുകൂടെ ചിന്തിച്ച് നോക്കണേ. 14 വർഷം ദൈവിക സമ്പർക്കമില്ല, അവൻ്റെ വിഷയവുമില്ല, ഇസ്മായിലുണ്ട്. അവസാനം ദൈവം ഇടപെട്ടപ്പോൾ എനിക്ക് വേണ്ട, ഇത് മതി. ഇന്നത്തെ അനേകരുടെ ജീവിതം ഇങ്ങനെയാണ്. ഇസ്മായിലിനെ താലോചിച്ച്, ഇസ്മായിലിന് വേണ്ടി സന്തോഷിച്ച്, ഇസ്മായിലിൽ സന്തോഷിച്ച് അങ്ങനെ ആനന്ദിക്കുന്ന അനേകരെ ആത്മീയ മണ്ഡലത്തിൽ കാണാം. ദൈവിക സമ്പർക്കമില്ല, ദൈവിക ഇടപെടലില്ല, ദൈവിക ആലോചനയില്ല. അവർക്ക് ഇസ്മായിൽ മതി. നമ്മുടെ ജീവിതത്തെ വേണ്ടതുപോലെ പരിശോധിക്കാം. ദൈവസ്ഥലം താഴ്ത്താം. ദൈവസ്ഥലം നിഷ്കളങ്കരായില്ലെങ്കിൽ എഫേസ്യരിൽ പറഞ്ഞല്ലോ, നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് നമ്മെ അവൻ തിരഞ്ഞെടുത്തു. അവൻ്റെ സ്ഥലം കുറ്റപ്പെട്ടവരായിരിക്കാനാണ് നമ്മെ വിളിച്ചത്. അപ്പോൾ അബ്രഹാമിനെ നോക്കുമ്പോൾ നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാമെന്ന് 99-ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞപ്പോൾ 14 വർഷം ആ വ്യവസ്ഥ വിട്ടാ പോയെ. അവസാനം പുറത്താക്കേണ്ടി വന്നല്ലോ. പുറത്താക്കി, ദാസിയും മനെയും പുറത്താക്കിയെങ്കിലേ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന് വ്യവസ്ഥ വിട്ട് എന്തെല്ലാം നേടിയോ അതെല്ലാം പുറത്താക്കിയെങ്കിലേ ജീവിതത്തിൽ ദൈവിക നന്മയും ദൈവിക സമാധാനവും ദൈവിക ശാന്തതയും നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തെ നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. നമ്മുടെ ലോകത്തിന് മുമ്പിൽ നാം മാന്യരായിരിക്കും, ലോകത്തിന് മുമ്പിൽ നാം വിശുദ്ധരായിരിക്കും, മാതൃകാ പുരുഷന്മാരായിരിക്കും. പക്ഷേ മുൻപിൽ ദൈവം നമ്മെ നോക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരോ, അവൻ്റെ സന്നിധിയിൽ കുറ്റമറ്റവരോ, വാക്ക് പാലിക്കുന്നവരോ, ദൈവത്തോട് ചെയ്ത ഉടമ്പടി അതുപോലെ പാലിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇസ്മായിലിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വിധമായി ആർജിച്ച എന്തും, ജഡത്തിൻ്റെ എന്തും, വാഗ്ദത്തത്തിന് പുറത്തുള്ള ജഡത്തിൻ്റെ നേട്ടങ്ങൾ എന്തും ആത്മീയനെ സംബന്ധിച്ചുള്ള ഇസ്മായിലാണ്. അതിനെ വിട്ട ദൈവം തരുന്നത് സ്വീകരിച്ച ദൈവീയ ഭാഗ്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ ജീവിതം ഭദ്രമാണ്. അബ്രഹാം ദൈവം വാഗ്ദത്തം ചെയ്ത തൻ്റെ സ്വന്തം ഭാര്യയായ സാറായിൽ നിന്ന് തന്നെ ഒരു സന്തതിയെ 90-ഓ 100-ഓ എത്ര വയസ്സുമാകട്ടെ ദൈവം കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചരിത്രഗതി വേറൊന്നായേനെ. യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എവിടെ പോയനെ? എൻ്റെ മഹത്വം മറ്റത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ വിശ്വസ്തനായ ദൈവം, തൻ്റെ നാമത്തെ കുറിച്ച് തീക്ഷ്ണതയുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. അവന് മാറ്റമില്ല. ആകയാൽ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിച്ച് ദൈവം ഹിതമല്ലാത്തതിനെയെല്ലാം വിട്ടുകളഞ്ഞ് അവൻ്റെ ഇഷ്ടത്തിൽ നിലനിന്ന് അനുഗ്രഹപാത്രമായി അനുഗ്രഹവാഹകരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ഒരു ഇസ്മായിലും ഉണ്ടാകരുത്. നമ്മുടെ കുറുക്കു വഴികളൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തെ നാം സഹായിക്കണ്ട. നിഷ്കളങ്കരായി നിർമ്മലരായി ദൈവസ്ഥലത്തുള്ള നീണ്ട 14 വർഷം
ദൈവിക സമ്പർക്കം നഷ്ടപ്പെട്ടവനായും ജീവിച്ചില്ലേ? ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പിന്നെയും ഇങ്ങനെ പോയില്ലായിരുന്നോ? എത്ര ഭക്തന്റെ ജീവിതത്തിൽ എത്ര ഭയങ്കരമത്. ആകയാൽ ദൈവം മുൻപാകെ നടന്ന് നിഷ്കളങ്കരായി, അല്ലെങ്കിൽ കുറ്റം ഏറ്റുപറഞ്ഞ് വീഴ്ച സമ്മതിച്ച് ദൈവിക നിയമം വഹിക്കുന്നവരായി, പ്രമാണം വഹിക്കുന്നവരായി ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അബ്രഹാം ഇസ്മായിലെ നേടിയതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞു ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രാപിച്ച് ദൈവത്തിനെ ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ശ്രേയവനായ സ്വർഗീയ പിതാവേ, അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെട്ടവൻ തൻ്റെ ജീവിതത്തിൽ ഇസ്മായിലിനെ ജനിപ്പിക്കുന്ന മൊത്തമായി 14 വർഷം ദൈവിക സമ്പർക്കമില്ലാതെ ജീവിക്കുകയും വീണ്ടും ദൈവിക ഇടപെടലുണ്ടായപ്പോൾ ഇസ്മായിലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സംഭവം തിരുവനന്തപുരത്ത് ഞങ്ങൾ ചിന്തിച്ചല്ലോ. കർത്താവേ, അത് ഞങ്ങൾക്ക് സംഭവിക്കാതെ നാഥ, ദൈവിക വാക്യത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവം തരുന്ന ദൈവിക വഴിയിൽ ഞങ്ങൾ പ്രാപിച്ച ദൈവസ്ഥനിൽ നിർമ്മലരായി, ദൈവത്തുള്ള ഉടമ്പടി പാലിക്കുന്നവരായി ജീവിപ്പാൻ എല്ലാവർക്കും കൃപകരണമേ. ഞങ്ങളെ തന്നെ പരിശോധിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.